പ്രൈസ് ദി ലോർഡ്. തിരുസന്നിധി എന്ന വചന പഠന പരമ്പരയിലേക്ക് ഏവരെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും പ്രഭാത വചനങ്ങൾ. ഇന്ന് നാം ചിന്തിക്കുന്ന 3 പ്രധാനപ്പെട്ട വചനങ്ങളാണ്. അതിൽ ഈ 3 വചനങ്ങളും നിങ്ങൾ വിശ്വസിക്കുക, ഏറ്റുപറയുക, അതിന് വിടുതലുകൾ അനുഭവിക്കുക. ഈ 3 വചനങ്ങൾ നിങ്ങളെ വ്യത്യസ്തരാക്കി തീർക്കും. വളരെ ആഴമേറിയ ഒരു ദൈവിക ദൂത്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതാവസ്ഥകളിൽ വലിയ വ്യതിയാനങ്ങൾ, വ്യത്യാസങ്ങൾ, വിടുതലുകൾ ഈ വചനം വെളിപ്പെടുത്തും. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. പുറപ്പാട് പുസ്തകം 14 അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ വളരെ പ്രധാനമാണ്. 1, അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. 14-ാമത്തെ വാക്യം, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. 1-ാമത്തെ വചനമാണ്. ദയവായി ഈ വചനം നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതിൽ നാം അടിവരയിട്ട് ഏറ്റുപറയേണ്ട വചനം 13-ാം വാക്യത്തിലെ ഈ ഭാഗമാണ്. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. 2-ാമത്തെ വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 91:10. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കി. 3-ാമത്തെ വചനം യെശയ്യാപ്രവചനം 54:17. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. ഹല്ലേലൂയ. നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട. അത്രമാത്രം ദൈവത്തിന് നന്ദി പറയുവാൻ ഈ വചനങ്ങൾ നമ്മെ വിടുതലിലേക്ക് നയിക്കുകയാണ്. നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും സ്വാധീനങ്ങൾ, ശക്തികൾ, വ്യക്തിത്വങ്ങൾ, സംഭവങ്ങൾ, വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വതന്ത്രമായി തീരും. ഈ ദൂതുകൾ നിങ്ങളുടെ വിടുതലിന് കാരണമായി തീരും. ഈ വചനങ്ങൾ ശക്തിയുള്ള വചനങ്ങളാണ്. ഈ വചനത്തിൽ വ്യാപരിക്കുന്ന ദൈവിക ജീവനും ആ ജീവനിൽ നിങ്ങളുടെ വിജയവും. അതാണ് ഈ 3 വചനങ്ങൾ. 1-ാമത്തെ വചനം, ഇതുവരെ കണ്ട മിസ്രയീമിനെ നിങ്ങൾ ഇനി ഒരിക്കലും കാണുകയില്ല. തീർന്നു, മിസ്രയീം തീർന്നു. അതിന്റെ ശക്തിയും ബലവും കരുത്തും പടയാളികളും പടക്കോപ്പുകളും സംവിധാനങ്ങളും യുദ്ധതന്ത്രങ്ങളും എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വാക്യം ദയവായി നിങ്ങൾ ഏറ്റുപറയണം. നിങ്ങളുടെ ഓരോ ഏറ്റുപറച്ചിലും വലിയ വിടുതലുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും. ഇവിടെ കർത്താവ് ആവർത്തിച്ച് അരുളി ചെയ്യുകയാണ്, ഇനി ഒരിക്കലും ഫറവോന്റെ സ്വാധീനങ്ങൾ നിങ്ങളെ പിന്തുടരുകയില്ല. ചെങ്കടൽ എന്ന് പറയുന്നത് ഫറവോന് കടന്നു വരാവുന്നതിന്റെ പരമാവധി ലിമിറ്റ് ആയിരുന്നു. അവിടെ ഫറവോന്റെ ശക്തിയുടെ സ്വാധീനം നിലച്ചു. ഓട്ടം താറുമാറായി. മുന്നേറ്റങ്ങൾ അവസാനിച്ചു. ഫറവോന്റെ രഥചക്രങ്ങൾ മുൻപോട്ട് പായുവാൻ കഴിയാതെ ചെങ്കടലിൽ താണു. അതെ, ശത്രു തീർന്നു. ഫറവോൻ ഇല്ലാതായി. സൈന്യസമേതരായി പിടിക്കുവാൻ വന്ന ഈ ശത്രുനിര ഒന്നടങ്കം ചെങ്കടലിൽ മുങ്ങിപ്പോയി. ദൈവത്തിന് വചനം പറയുന്നു, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള, നാളിതുവരെ കണ്ടിരിക്കുന്ന മിസ്രയീമിനെ നിങ്ങൾ ഇനി കാണുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ ചെങ്കടൽ ഇസ്രായേൽ ജനത്തിന്റെ രക്ഷയാണ്. അവർക്കത് വിടുതലാണ്, അവർക്കത് അത്ഭുതമാണ്, അവർക്കത് മുൻപോട്ട് പോകാനുള്ള പുതിയ വഴിയാണ്. അവർ മറുകരയെത്തും, അവർ വാഗ്ദത്തം പ്രാപിക്കും. അവരെ തൊടുവാൻ ഫറവോന് കഴിയത്തില്ല. ഫറവോന്റെ പരമാവധി ലിമിറ്റ് ചെങ്കടൽ വരെ, ഈ തീരം വരെയുള്ളൂ. അവിടെ ദൈവം ഫറവോനെ ന്യായം വിധിച്ചു. ഇനി പിടിക്കുവാൻ, ഇനി പിന്തുടർന്ന് വരുവാൻ, ഇനിയും തിരിച്ചു കൊണ്ടുപോകുവാൻ ഫറവോന് കഴിയത്തില്ല. നിങ്ങൾ മുൻപോട്ട് പോകും, നിങ്ങൾ വാഗ്ദത്തം കാണും, നിങ്ങൾ കനാലിലെത്തും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. ദൈവം നൽകാമെന്ന് പറഞ്ഞ പ്രോമിസ് ലാൻഡിലേക്ക് നിങ്ങൾ എത്തും. ഇല്ല, നിങ്ങളുടെ ശത്രുവിന്റെ ആശ അവസാനിച്ചിരിക്കും. ശത്രു പരാജയപ്പെട്ടിരിക്കുകയാണ്. ശത്രു ലജ്ജിച്ച് ഇവിടെ എന്നേക്കുമായി അന്ത്യം കൽപ്പിച്ചിരിക്കുകയാണ്. ശത്രുനിര നിങ്ങളുടെ മുമ്പിൽ വീണിരിക്കുകയാണ്. ഒരിക്കലും ചെങ്കടലിൽ ദൈവം വെട്ടി തുറന്ന ഈ പ്രൈവറ്റ് ലിമിറ്റഡ് റോഡിൽ ശത്രുവിന്റെ വാഹനം ഇറക്കുവാൻ കഴിയത്തില്ല. അനധികൃതമായി വാഹനം ഈ റോഡിലേക്ക് പ്രവേശിച്ചാൽ പണിഷ് ചെയ്യപ്പെടും. ഇത് ഒഫൻസ് ആണ്, ശിക്ഷിക്കപ്പെടും. ഫറവോൻ തന്റെ രഥം ദൈവം തുറന്ന ഇസ്രായേലിന് വേണ്ടി മാത്രം വെട്ടിയൊരുക്കിയ ഈ ഹൈവേയിലേക്ക് ഫറവോൻ സൈന്യസമേതനായി തന്റെ രഥചക്രങ്ങളെ ഇറക്കിയപ്പോൾ ശിക്ഷിക്കപ്പെട്ടു. അതെ, ചെങ്കടൽ ഇസ്രായേൽ ജനത്തിന് മുന്നേറ്റമായി, എന്നാൽ മിസ്രയീമർക്ക് അത് അവസാനമായി. യഥാർത്ഥത്തിൽ ഈ ചെങ്കടൽ മിസ്രയീമിന്റെ ശവക്കുഴിയായിട്ട് മാറി. ഇല്ല പ്രിയമുള്ളവരെ, ചെങ്കടൽ നിങ്ങളുടെ അവസാനമല്ല, ചെങ്കടൽ നിങ്ങളുടെ ശത്രുവിന്റെ അവസാനമാണ്. മോശ ഇസ്രായേൽ ജനത്തോട് വളരെ വ്യക്തമായി പറയുന്നു, നാളിതുവരെ നിങ്ങൾ കണ്ട ഇനി ആ മിസ്രയീം ശക്തികൾ ഇനി അവിടെ ഇല്ല. ഫറവോന്റെ വെല്ലുവിളി തീർന്നു. ഫറവോന്റെ ഭീഷണികളും എതിർപ്പുകളും ഇവിടെ അവസാനിച്ചിരിക്കും. ഇനി അപ്രകാരം ഒരു ശത്രു നിങ്ങൾ കാണത്തില്ല. ജയം നിങ്ങളുടെ അവകാശമാണ്, അനുഗ്രഹം നിങ്ങളുടെ അവകാശമാണ്, നന്മ നിങ്ങളുടെ അവകാശമാണ്. ഇനി ശത്രു നിങ്ങളെ പീഡിപ്പിക്കുക. നിങ്ങൾക്ക് ഉറപ്പായി വിശ്വസിക്കാം, നാളെ വരെ നിങ്ങളെ ക്ഷയിപ്പിച്ച, ബലഹീനമാക്കി, കഷ്ടപ്പെടുത്തി, ഊഴിയ വേലകൾ കൊണ്ട് നിങ്ങളെ അടിമപ്പെടുത്തി, നിങ്ങളുടെ പ്രതിഫലം പിടിച്ചു വെച്ച, നിങ്ങളുടെ നന്മയെ തടഞ്ഞ, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കവർ ചെയ്ത, നിങ്ങളുടെ സമ്പത്തിനെ കൊള്ളയടിച്ച, നിങ്ങളുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ച ഏതുവിധ ശക്തിയാണെങ്കിലും, വ്യക്തിയാണെങ്കിലും, സ്വാധീനങ്ങളാണെങ്കിലും, കൂട്ടുകെട്ടാണെങ്കിലും, എത്ര വലിയ പൈശാചികമായ അധികാര കേന്ദ്രങ്ങളാണെങ്കിലും ഇല്ല, ചോരത്തളിയും പെസഹ കുഞ്ഞാടിനെ അറുത്ത് മാംസം ഭക്ഷിച്ച് ചെങ്കടൽ കടന്ന് മേഘത്തിന്റെ കീഴിലേക്ക് പ്രവേശിക്കുന്ന, ദൈവത്തിന്റെ നിയമദൂതൻ മുൻപായി കടന്നു പോകുന്ന, ദൈവ സാന്നിധ്യത്തിന്റെ കീഴിൽ പ്രയാണം ചെയ്യുന്ന ഈ ജനത്തെ തകർക്കുവാൻ, തോൽപ്പിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ഒരു മിസ്രയീമിനും ഒരു ഫറവോനും ഇനി കഴിയത്തില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് സർവശക്തനായ ദൈവമാണ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. പക്ഷെ സുവാർത്ത പറയട്ടെ, യുദ്ധം
ദൈവത്തിലുള്ളതാണെങ്കിൽ ജയം നിങ്ങളുടേതാണ്. ജയം നിങ്ങളുടെ അവകാശമാണ്. ഒന്നാമത്തെ പോയിന്റ്. ഇനി ആ മിസ്രൈമിനെ നിങ്ങൾ കാണുകയും. രണ്ടാമത്തെ വിഷയം സങ്കീർത്തനങ്ങൾ 91. എക്കാലത്തുമുള്ള ദൈവഭക്തന്മാരെ, വിശുദ്ധന്മാരെ, വിശ്വാസ സമൂഹത്തെ എന്നും എക്കാലവും ആശ്വസിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ പ്രവേശിക്കും. പ്രിയമുള്ളവരെ, എത്ര വലിയ വാഗ്ദത്തം! നിങ്ങളെ വിശ്വസിക്കുവാനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനും ആത്മാവിൽ ഉറയ്ക്കുവാനും ഈ വചനങ്ങൾ കാരണമായി തീരും. നിങ്ങൾ ഓരോ പ്രഭാതങ്ങളിൽ ദൈവത്തോട് പറയണം: ഒരു ബാധയും എന്റെ കൂടാരത്തിലേക്ക് പ്രവേശിക്കും, ഒരു സംഹാരകനും ദുഷ്ടന് ഒരു തീയമ്പകളും ഇല്ല എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ശരീരത്തിലേക്ക്, എന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കും. ഒരു ബാധയും ഇല്ല. നിങ്ങളുടെ കൂടാരം, അതിന്റെ കാവൽ ദൈവത്തിൻ്റെതാണ്. കുഞ്ചാടിന്റെ രക്തം അടയാളമായ ഭവനങ്ങളൊന്നും സംഹാരകൻ അകത്തോട്ട് പ്രവേശിച്ചു. സെക്കൻഡ് പ്രവചനം പറയുന്നു: നിങ്ങൾ മതിലില്ലാതെ തുറന്നു കിടന്നാലും ഞാൻ നിങ്ങൾക്ക് ചുറ്റും തീമതിലായിരിക്കും. യോബിനോട് ചോദിച്ചാൽ പറയും, യോബ് അറിയാത്തൊരു സംരക്ഷണം യോബിന് വേണ്ടി. യോബ് കാണുന്നില്ലെങ്കിലും വേലി പൊളിച്ച് അകത്തോട്ട് പ്രവേശിക്കുവാൻ ദൈവത്തിന് അനുവാദമില്ലാതെ സാത്താന് പോലും കഴിയുന്നില്ല. നീ അവനുള്ളതിനൊക്കെ വേലി കെട്ടി മറച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ യോബിന് ചുറ്റും, യോബിന്റെ കുടുംബത്തിന് ചുറ്റും, യോബിന്റെ വസ്തുവകൾക്ക് ചുറ്റും സാത്താന് പ്രവേശിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ സംരക്ഷണം. അതേപോലെയുള്ളവരെ, നിങ്ങളുടെ കൂടാരത്തിന് ചുറ്റും ദൈവത്തിന്റെ നിയമദൂതന്മാരുണ്ട്. ബാധ പ്രവേശിക്കാതെ, ദോഷം സംഭവിക്കാതെ, അനർത്ഥങ്ങൾ നേരിടാതെ, വിപത്തുകൾ സംഭവിക്കാതെ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിനായി ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യെശയ്യാ പ്രവാചകൻ പറയുന്നത്: നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഓരായുധവും ഫലിക്കയില്ല. ആയുധങ്ങൾ പലതും ഉണ്ടാക്കും, ആയുധങ്ങളുടെ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ വിശ്വാസത്തിന്റെ പരിചയ കൊണ്ട് ദുഷ്ടൻ തൊടുത്തുവിടുന്ന എല്ലാവിധമായ തീയമ്പുകളെ, ആയുധങ്ങളെ നിർവീര്യമാക്കുവാൻ നിങ്ങളുടെ വിശ്വാസത്തിന് ഏറ്റുപറച്ചിൽ കഴിയും. എന്താണ് ഏറ്റുപറച്ചിൽ? എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്നത് യാതൊരു ആയുധങ്ങളും ഫലിക്കും. അതെ, പഴയ ഇസ്രായേലിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു: ആഭിചാരം ഇസ്രായേലോട് പറ്റുകയും ലക്ഷണവിദ്യകൾ യാക്കോബിന് ഫലിക്കുകയും. നിങ്ങളാണ് പുതിയ നിയമ ഇസ്രായേൽ. നിങ്ങളാണ് വാഗ്ദത്ത സന്തതി. നിങ്ങളാണ് ആത്മീക കനാൻ അനുഭവിക്കേണ്ടവർ. നിങ്ങളാണ് സിയോനിൽ എത്തിച്ചേരേണ്ടവർ. നിങ്ങളാണ് മണവാട്ടി സഭയിൽ ഉൾപ്രാമണത്തിൽ എടുക്കപ്പെടേണ്ടവർ. ഇല്ല, നിങ്ങളുടെ മേലുള്ള പൈശാചിക അധികാരങ്ങൾ നിലനിൽക്കുകയും ആ സ്വാധീനങ്ങൾ നിങ്ങളുടെ മേൽ പ്രബലമാകുകയും സാത്താന ശക്തികളുടെ കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ മേൽ വാഴുകയും ഒരായുധവും നിങ്ങൾക്ക് ഫലിക്കുകയും. വിശ്വസിക്കാം, ഈ വചനങ്ങൾ സ്വീകരിക്കാം, ഇത് ഏറ്റുപറയാം. നാം ദൈവത്തിന്റെ മഹത്വത്തിൽ നമുക്ക് ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു.